എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു വൈറ്റ് വൈനിൻ്റെ റെസിപ്പി നോക്കാം. വളരെ എളുപ്പത്തിൽ വെറും 2 ദിവസം കൊണ്ട് തയ്യാറാക്കാം ഈ ഒരു അടിപൊളി വൈന്. ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല, വെറും 2 ദിവസം ഒന്ന് ഇളക്കിയാൽ മതി. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് വൈൻ റെഡിയാകും. അപ്പോൾ ഈ വൈന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വൈനാണ്, പക്ഷേ ഇതിൻ്റെ വീര്യം എന്ന് പറയുന്നത് നല്ല വീര്യം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ വൈറ്റ് വൈൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെള്ള മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുരുവുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. 1/2 കിലോ മുന്തിരിക്ക് 1/2 കിലോ പഞ്ചസാര തന്നെ ചേർക്കാം. അതിൽ കുറവായാലും കുഴപ്പമില്ല. നമ്മളിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1.5 കപ്പ് എന്ന് പറയുന്നത് 300 മില്ലിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസുകൾ ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാവുന്നതാണ്. ഒരു കറുവാപ്പട്ട കഷ്ണം, അതുപോലെ 3-4 ഏലക്ക. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണം എന്നില്ല. ഇതോടൊപ്പം തന്നെ ഒരു 5-6 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കാം. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ പച്ചവെള്ളമാണ്. മുന്തിരി നമ്മൾ നല്ലതായിട്ട് കഴുകിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളമയമൊക്കെ ഉള്ളതാണ്. നമ്മളിത് ബോയിൽ ചെയ്തിട്ടാണ് വൈനാക്കുന്നത്, അതുകൊണ്ട് വെള്ളമയം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് 3 കപ്പ് നോർമലായിട്ടുള്ള പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കിലോ മുന്തിരിക്കാണ് 3 കപ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 1 കിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം അളവും ഇരട്ടിയാക്കുക. 3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ നമുക്കിത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഇതിന് മുൻപൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വൈൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുള്ളതാണ്. അപ്പം വൈൻ ഇടുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പാളിപ്പോയാൽ വൈൻ മൊത്തത്തിൽ കുളമാകും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ വഴിയെ പറയുന്നതാണ്. അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാരയൊക്കെ. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. പഞ്ചസാര നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നോക്കാം മധുരം വേണമെന്ന്. മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. കാരണം ഇത് ഫെർമെൻ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് പഞ്ചസാരയും അതുപോലെ ഈസ്റ്റും കൂടെ റിയാക്ട് ചെയ്ത് അത് ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യും. മധുരം കുറച്ചുകൂടെ വേണം. അപ്പോൾ നമ്മളിവിടെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഞാൻ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒന്നുകൂടെ ഇളക്കിയിട്ട് നോക്കാം. ഈ പഞ്ചസാരയും ഈസ്റ്റും കൂടെ ചേർന്നിട്ടാണ് ഇത് ആൽക്കഹോൾ ആകുന്നത്. അതുപോലെ തന്നെ ഇത് വൈനായി കഴിയുമ്പം ഇതുപോലെ മധുരം ആയിരിക്കില്ല, നല്ലൊരു ആൽക്കഹോളിൻ്റെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മുന്തിരി ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്, പക്ഷേ വെള്ളം വെട്ടിയൊന്നും തിളയ്ക്കുന്നില്ല. അതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഈ മുന്തിരിങ്ങ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും തവിയോ ഇതുപോലെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. തീ നമ്മൾ ഓഫാക്കിയിട്ടില്ല, തീയിൽ വെച്ചിട്ട് തന്നെയാണ് ഉടയ്ക്കുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തീയിൽ നിന്ന് മാറ്റി വെച്ചിട്ടും ഉടയ്ക്കാവുന്നതാണ്. നന്നായിട്ട് ഉടച്ച് അതിൻ്റെ സത്ത് ഒന്ന് ഈ വെള്ളത്തിലേക്ക് ഇറക്കുക. ഇപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇപ്പോൾ വെട്ടിയും തിളച്ചിട്ടുണ്ട്. വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ മിക്സ്ചർ നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ കുപ്പിയിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്തിരിയുടെ മിക്സൊക്കെ നന്നായിട്ട് തണുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുക്കുന്നത്. ഇത് ഡയറക്റ്റായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ വലിയ തരികളുള്ള ഈസ്റ്റാണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് ആറിയ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ടിട്ട് ഒരു 8 മിനിറ്റ് മാറ്റി വെക്കാം. എന്നിട്ട് ആ മിക്സർ ഇതിലേക്ക് ചേർക്കാം. ഈസ്റ്റ് മിക്സ് ചെയ്യാൻ എടുക്കുന്ന വെള്ളം തിളപ്പിച്ചതായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു തടിത്തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ വൈനൊക്കെ ഇളക്കാനായിട്ട് ഒരു തടിത്തവി മാറ്റി വെക്കാം. കറിയിലിട്ടതോ പുളിയിലിട്ടതോ ആയിട്ടുള്ള തവിയൊന്നും എടുക്കാതിരിക്കാം. നമ്മളിവിടെ ഒരു തടിത്തവി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കുപ്പിയിലേക്ക് മാറ്റാം. വൈനൊക്കെ ഇടുമ്പോൾ എപ്പോഴും ഗ്ലാസിൻ്റെ പാത്രമോ ഭരണിയോ ഒക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക്കോ അതുപോലെ തന്നെ മെറ്റാലിക് ആയിട്ടുള്ള പാത്രങ്ങളിലോ വൈന് സാധാരണ ഇട്ട് വെക്കാറില്ല. അതത്ര നല്ലതല്ല. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ്. നന്നായിട്ട് കഴുകി തുടച്ചുണക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ഈ വൈൻ്റെ കൂട്ട് ഒഴിക്കാം. വൈൻ ഒഴിക്കുന്ന കുപ്പിയിൽ നമ്മൾ വൈൻ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചധികം സ്ഥലം കിടക്കണം, അല്ലെങ്കിൽ ഈ വൈൻ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് നന്നായിട്ട് പൊങ്ങി വരും. കുപ്പിയിൽ സ്ഥലമില്ലാന്നുണ്ടെങ്കിൽ അത് പൊങ്ങി തൂകി പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമ്മളതിൻ്റെ വായ ഒന്ന് മൂടി കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് അടപ്പ് വെച്ച് കൊടുക്കുക. വൈൻ എടുക്കുന്ന കുപ്പിയുടെ അടപ്പ് നമ്മൾ ഒരിക്കലും ടൈറ്റായിട്ട് അടയ്ക്കരുത്.
ഇനി അടുത്ത ദിവസം നമ്മൾ വൈൻ കെട്ടിവെച്ച അതേ സമയത്ത് നമ്മുടെ ഈ പാത്രം ഒന്ന് തുറന്നിട്ട് തടിത്തിരി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ മുന്തിരിയുടെ തോലും കൂടെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ വൈൻ അടുത്ത ദിവസം എടുത്ത് ഇളക്കി കൊടുക്കുന്നത്. ഇനി നിങ്ങൾ ഈ മുന്തിരി അരിച്ചിട്ടാണ് കുപ്പിയിലാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ പൈനാപ്പിൾ വൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കാം. നന്നായിട്ട് ഒരേ ഡയറക്ഷനിലൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടും ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും തുണിയിട്ട് മൂടിയതിന് ശേഷം കെട്ടിയിട്ട് അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. വൈൻ എപ്പോഴും കെട്ടി വെക്കുമ്പോൾ ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അധികം വെയിലോ ചൂടോ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇത് പൊങ്ങിയിട്ട് തൂകിപ്പോവും. ഇനിയിപ്പോൾ രണ്ടാമത്തെ ദിവസം ഇതേപോലെ തന്നെ ഈ കുപ്പി എടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശരിക്കും രണ്ടാമത്തെ ദിവസം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ചൊഴിക്കാവുന്നതാണ്. 2 ദിവസം ഇളക്കിയിട്ടും എടുക്കാം, നിങ്ങൾക്ക് 3 ദിവസം ഇളക്കിയിട്ടും എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ദിവസവും ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അടുത്ത ദിവസം നമ്മൾ അതേ സമയത്ത് വീണ്ടും വൈൻ എടുത്തതിന് ശേഷം നമുക്ക് വൈൻ യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഏത് വൈനാണെങ്കിലും നമ്മൾ 3 ദിവസം എടുത്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും 1 മാസം എടുത്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കലങ്ങിയായിരിക്കും ഇരിക്കുക. കാരണം അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ കുപ്പിയിലൊഴിച്ച് കുറച്ച് ദിവസം വെക്കുമ്പോഴാണ് വൈൻ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുക. അല്ലാതെ 2 ദിവസം നമ്മൾ വൈൻ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അത് നല്ല ക്ലിയർ ആവില്ല. 2 ദിവസമാണെങ്കിലും 30 ദിവസമാണെങ്കിലും വൈൻ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊരു അരിപ്പയിലൂടെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് നമ്മൾ ഒഴിക്കുന്നത്. സ്റ്റീൽ പാത്രമോ ഗ്ലാസിൻ്റെ പാത്രമോ എടുക്കാം. അപ്പോൾ നമ്മൾ അരിച്ച് എടുക്കുന്ന ഈ മട്ടി, അതായത് ഈ ബാക്കി വന്നത് നമ്മൾ തവി വെച്ചിട്ടൊന്നും പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി അതിൻ്റെ സത്തൊക്കെ അതിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. കൂടുതൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മട്ടി താഴെ അടിയും. അതുകൊണ്ട് അത് മാക്സിമം അത് ഊറ്റിയെടുത്തിട്ട് അത് കളയുക. ഇതാണ് വൈൻ്റെ കളർ. ഇപ്പം ഈ വൈൻ നമുക്ക് ഇപ്പോൾ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ലൊരു എന്താ പറയുക, ജ്യൂസ് പോലെയല്ല ഈ വൈൻ്റെ ടേസ്റ്റ് വരുന്നത്. ശരിക്കും ഒരു ആൽക്കഹോളിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. നല്ല വീര്യമുള്ളൊരു വൈനാണിത്. ഈ വൈൻ നമുക്ക് ഇന്ന് തൊട്ട് തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. എന്നിരുന്നാൽ കൂടി ഇത് നല്ലതായിട്ട് ഒന്ന് അടിഞ്ഞ് ഒന്ന് ക്ലിയറായി വരുമ്പോഴാണ് ഒന്നുകൂടെ ഒരു കാണാനും ഒക്കെ ഒരു രസം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കുപ്പിയിൽ തന്നെ മാറ്റി വെച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് സൗകര്യാർത്ഥം നിങ്ങൾക്ക് ചെറിയ ചെറിയ കുപ്പികളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ ഇതിൽ തന്നെ മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഈ വൈന് നമ്മൾ കുറച്ചധികം ദിവസം വെച്ചിട്ടുള്ള വൈൻ ഇതുപോലെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈസ്റ്ററിനൊക്കെ വേണ്ടിയിട്ട് വൈൻ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങളിതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റർ ആകുമ്പോഴത്തേക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഒരുപാട് ടൈപ്പിലുള്ള വൈൻ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടു നോക്കിയതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്